രാമം ദാശരഥിം വന്ദേ രാമം വന്ദേ ജഗദ്ഗുരും രാമം ചാപധരം വന്ദേ രാമം ത്രൈലോക്യപൂജിതം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവദാനങ്ങളെ രാമായണ മകരന്തം എന്നുള്ള രീതിയിൽ ഈ രാമായണ മാസത്തിൽ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അധ്യാത്മരാമായണത്തിൽ ഉത്തരകാണ്ഡത്തിലെ 4-ാമത്തെയും 5-ാമത്തെയും സർഗങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതിൽ 4-ാമത്തെ സർഗത്തിൽ രാമരാജ്യത്തെക്കുറിച്ചും സീതയുടെ വനവാസത്തെക്കുറിച്ചുമാണ് സാക്ഷാൽ മഹാദേവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ശ്രീരാമഗീത എന്നുള്ള രീതിയിൽ ശ്രീരാമചന്ദ്രസ്വാമി തന്നെ ആ ആത്മതത്വ ബോധനം നടത്തുകയാണ് ലക്ഷ്മണ കുമാരന്, തൻ്റെ സഹോദരന്. ആത്യന്തികമായ ലക്ഷ്യം രാമപാദങ്ങളിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് എന്ന് ആ രാമഗീതയുടെ ഒടുവിൽ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കണു, നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ള 2 സർഗങ്ങൾ. ആദ്യം അതിൽ ശ്രീമദ് രാമായണീയമായിട്ട് അത് പാരായണം ചെയ്യാം. പിന്നീട് അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം. നാളെ നമുക്ക് അനുസ്മരിക്കാനുള്ളത്, ഇവിടെ രാമഗീത പറഞ്ഞതിന് ശേഷം ലവണനെ നിഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗം, കുശലവന്മാരോടുകൂടി രാമൻ്റെ യജ്ഞസ്ഥലത്തേക്ക് സാക്ഷാൽ രാമായണ കർത്താവായിരിക്കുന്ന വാൽമീകി എത്തിച്ചേരുന്നതായിട്ടുള്ള രംഗം, തുടർന്ന് യജ്ഞവേദിയിൽ ലവകുശന്മാർ രാമായണം ഗാനം ചെയ്യുന്നത്, സീതയുടെ ഭൂപ്രവേശം തുടങ്ങിയ ഭാഗങ്ങളാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ഒരു ദിനം സായാഹ്ന വേളയിൽ ഞാൻ എൻ്റെ മുറ്റത്തുമെല്ലെ നടന്നിടവേ, പുഞ്ചിരി തൂകുന്നു പൂന്തോട്ടം തന്നിലെ പൂക്കളും ഏറെ മാധുര്യമോടെ, ചെമ്പട്ടുടുത്തോരാ ചെമ്പരത്തിപ്പൂവും പ്രൗഢയം ചെത്തിയും പിച്ചകവും മന്ദാര പുഷ്പവും 4 മണിപ്പൂവും സുന്ദരിയാകുമാറോസാപ്പൂവും ഞങ്ങളിലാർക്കാണു ഭംഗിയേറെ എന്നു മൗനമായി ചോദിച്ചിടുന്ന പോലെ, മറുപടിയൊന്നും ഞാൻ ചൊല്ലിയതേയില്ല. മനതാരിൽ ചോദ്യം മറ്റൊന്നുയർന്നു, ഇവരെല്ലാം പൂക്കൾ താൻ സൗന്ദര്യമുള്ളവർ, ഇവരെല്ലാം പൂവായി പിറന്നവർ താൻ, ഇലയായി പിറന്നോരാ ജന്മത്തെ ഓർത്തു ഞാൻ, കർമ്മത്താൽ പൂവായി മാറിയവൾ മറ്റാരുമല്ലവൾ, നിറഭംഗിയില്ലാതെ ലാളിത്യമഴകാക്കും തുളസീദളം, പവനപുരേശന്റെ പാദം പുണർന്നവൾ, പൂവായി മാറി പ്രസാദമായി, ഭക്തന്റെ തലയിലെ പുണ്യപ്രതീകമായി, വീടിനു മുന്നിലോ പൂജ്യയായി, പരമപവിത്രയാം തുളസിതൻ കഥയെന്നിൽ പുതിയൊരു തത്വമായി ചേർന്നു നിന്നു. പൂജിച്ചില്ലെങ്കിലും പൂജ്യയായി മാറിയ തുളസിപ്പൂവിൻ ജന്മം എത്ര പുണ്യം, അതുപോലെയാകുവാൻ മോഹിച്ചുവെന്മനം, അതിനായി പ്രാർത്ഥിച്ചു ഭക്തിപൂർവം.
അന്നേരമടിയൻ്റെ ഹൃദയമമ്പാടിയിൽ ഭക്തിയാം തുളസിപ്പൂ പൂത്തു നിന്നു. അന്നേരമടിയൻ്റെ ഹൃദയമമ്പാടിയിൽ ഭക്തി തൻ ശ്രീകൃഷ്ണൻ മിന്നി നിന്നു. ഭക്തവത്സലൻ കണ്ണൻ മിന്നി നിന്നു. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ലോകത്തിലെല്ലാം ചുറ്റുന്ന നേരം ലോകരാവണൻ ലങ്കേശൻ ലോകപൂജിതനായ ദേവർഷി നാരദനെയും കണ്ടല്ലോ. ലോകത്തിൽ എന്നോടേറ്റുമുട്ടുവാൻ ശക്തരായവർ ആരുണ്ട്? ലോകശക്തരുമായി യുദ്ധത്തെ ചെയ്യുവാൻ ഞാനും മോഹിപ്പൂ. രാക്ഷസൻ തൻ്റെ വാക്കുകൾ കേട്ടു ദേവർഷി ചൊല്ലി ഈ വിധം. രക്ഷകനായി ശ്രീഹരിപാദം വന്ദിച്ചിടുന്നവർ വാഴും ശ്വേതദ്വീപമാം ദ്വീപിലുള്ളവർ ശക്തരാണല്ലോ രാവണ. ശക്തരാമവരത്തെ തോൽപ്പിക്കാൻ ശക്തരാവില്ല ആരുമേ. എങ്കിൽ അങ്ങിനെ തന്നെ എന്നുള്ള ചിന്തയോടെ ആ രാവണൻ എത്രയും ഭംഗിയേറുന്ന തൻ്റെ പുഷ്പകത്തിലായി ഏറിനാൻ. എപ്പോൾ രാവണൻ ശ്വേതദ്വീപത്തിൽ എത്തി പുഷ്പകം നിന്നുപോയി. ഏണാക്ഷി മിഴിയായൊരു സ്ത്രീയും രാവണനെ പിടിച്ചല്ലോ. അവളുടെ മൃദു കരമതിൽ നിന്നും രാക്ഷസനായ രാവണൻ അഖില ശക്തിയും സംഭരിച്ചിട്ടും വിട്ടുപോകുവാനായില്ല. എങ്ങിനെയോ ആ രാവണൻ തൻ്റെ ജീവൻ രക്ഷിച്ചു പാഞ്ഞല്ലോ. എങ്കിൽ ഞാൻ ഹരിയുടെ കയ്യാൽ ഇല്ലാതായിടുമെന്നോർത്തു. എന്തു ചെയ്താലാ വിഷ്ണു കോപിക്കും അതു ചെയ്യുമെന്നുറച്ചിട്ട് ഏണാംഗതുല്യയായ സീതയെ കട്ടെടുത്തല്ലോ രാവണൻ. രാഘവ ഭവാൻ ഈശ്വരൻ തന്നെ എന്നറിഞ്ഞവൻ രാവണൻ. രാഘവ തവ പത്നിയെ സാക്ഷാൽ മാതാവെന്ന പോൽ കാത്തല്ലോ. രാമപൂജകൾ സ്വീകരിച്ചല്ലോ മാമുനി വൃന്ദം തൃപ്തരായി. രാമരൂപത്തെ ഹൃത്തിലായി ചേർത്തു ആശ്രമം തേടിപ്പോയല്ലോ. കേവലം കുടുംബത്തിൻ നാഥനായി സീത തൻ്റെ പാതിയായി. കേവലം ഒരു മാനവൻ പോലെ ലീലയാടിനാൻ മാധവൻ. ആസക്തിയൊട്ടുമില്ല എങ്കിലും ആനന്ദരൂപൻ ശ്രീരാമൻ. ആസക്തി കാട്ടി ഭാര്യ തന്നിലും ബന്ധുക്കൾ തൻ്റെ മുന്നിലും. അന്നൊരു നാളിൽ വൈശ്രവണന്റെ നിർദ്ദേശമായി വന്നെത്തി. അത്ഭുതമേറും പുഷ്പകം താനും രാമശുശ്രൂഷ ചെയ്യുവാൻ. സോദരന്മാരും സീതാദേവിയും കോസലേന്ദ്രനാം രാമനും സാമോദം പുഷ്പകത്തിലേറിനാൻ ചുറ്റിനാൻ ഭുവനങ്ങളിൽ.
സത്യധർമ്മത്തിലൂന്നി രാഘവൻ ലോകരക്ഷയും ചെയ്തല്ലോ. ശൂദ്രനെ കൊന്നു വിപ്രനേകിനാൻ പുത്രനെയും വിധി പോലെ. ഏകപത്നി വ്രതധരനായി ഏകസത്യമാം ശ്രീരാമൻ ഏറെ കാലങ്ങൾ നാടുവാണല്ലോ ഏഴകൾക്കെന്നും തോഴനായി. ഏകദാരാമൻ സീതയോടൊത്തു നേരം ബൊക്കുകൾ ചൊല്ലവേ ഏണാക്ഷി ചൊല്ലി വല്ലഭ ഞാനും ചൊല്ലിടട്ടെയൊരു കാര്യം. ദേവന്മാരെൻ്റെ ചാരത്തെത്തിട്ടു ഗോപ്യമായൊരു കാര്യത്തെ ദേവാ എന്നോടു ചൊല്ലി രാഘവ ചൊല്ലിടാമതു ഞാനിപ്പോൾ. ദേവദേവേശൻ വൈകുണ്ഠത്തിലേക്കെത്തുവാനുള്ള കാര്യത്തെ ദേവി ചൊല്ലേണം എന്നല്ലോ അവർ ചൊല്ലിയെന്നുമറിയുക. മുന്നാലെ നീയും വൈകുണ്ഠത്തിലായി എത്തിച്ചേരുകിൽ നിശ്ചയം. മൂന്നുലകവും കാക്കും രാമനും പിന്നാലെ എത്തും വൈകാതെ. മുപ്പാരിന്നാഥ ഞാനെന്തു വേണം എന്നതും ഭവാൻ ചൊല്ലുക. മൂവുലകിലും രാക്ഷസീയത ഇല്ലാതാക്കിയ ശ്രീഹരേ എന്നതു കേട്ടു സീതയോടോതി രാമചന്ദ്രനുമന്നേരം. എന്നൂടെ ചിന്ത തന്നെയാണല്ലോ ദേവജാലം പറഞ്ഞതും. എന്നൂടെ യാജ്ഞ സ്വീകരിച്ചെൻ്റെ സോദരൻ പ്രിയ ലക്ഷ്മണൻ എത്തിക്കും നിന്നെ വാത്മീകി തൻ്റെ ആശ്രമത്തിനു ചാരയായി. ഇപ്പോൾ നിന്നിലോ ഗർഭലക്ഷണം കാണുന്നുണ്ടല്ലോ ജാനകി. ഇന്ദിരേ നീയും രണ്ടു മക്കൾക്കു ജന്മത്തെ നൽകും വൈകാതെ. എൻ പ്രിയേ നീയും ഭൂമി തന്നിലായി ചേരും വൈകുണ്ഠം പ്രാപിക്കും. എന്നൂടെ അവതാരലീലകൾ പൂർത്തിയാക്കി ഞാൻ വന്നിടും. മറ്റൊരു ദിനം മന്ത്രിമാരൊത്തു കാര്യാലോചന ചെയ്യവേ മായാമാനുഷൻ ചാരനോടേവം ചോദിച്ചു ലോകവാർത്തകൾ. മടിയൊട്ടും വേണ്ട പ്രജകളൊക്കവേ എന്തു ചൊല്ലുന്നു രാമൻ്റെ. മന്ദിരത്തിലെ അംഗങ്ങളായ ഞങ്ങളെ കുറിച്ചൊക്കെയും എല്ലാ കാര്യവും ഭംഗിയാണെന്നും എല്ലാവർക്കും സുഖമെന്നും എത്രയും ഭംഗിയായി ചൊല്ലിനാൻ വിജയനെന്നുള്ള ചാരനും. എങ്കിലും മന്യനായ രാവണൻ തൻ്റെ മന്ദിരം പാർത്തിട്ടും ശങ്കയില്ലാതെ രാമൻ സീതയെ സ്വീകരിച്ചതു കഷ്ടമായി. നൃപനോ ഈ വിധം ചെയ്യുകിൽ രാജ്യം അത്തരത്തിലായി തീർന്നിടും. നമ്മുടെ സ്ത്രീകൾ ചെയ്യും ദുഷ്കർമ്മം നമ്മളും സഹിച്ചിടണം. ചാരൻ തന്നൂടെ വാക്കുകൾ കേട്ടു സ്വജനങ്ങളതു ശരിവച്ചു. ചാരുരൂപനു ചൊല്ലി ലക്ഷ്മണ സീതയെ കാട്ടിലാക്കുക. വാർമുകിൽ വർണ്ണൻ തൻ്റെ വാക്കുപോൽ ലക്ഷ്മണൻ ജ്യേഷ്ഠപത്നിയെ വാൽമീകി തൻ്റെ ആശ്രമത്തിനു ചാരയായി ഉപേക്ഷിച്ചു. സീതയെ ലക്ഷ്മി എന്ന ഭാവത്തിൽ സ്വീകരിച്ചല്ലോ ആശ്രമം. സീത പോയപ്പോൾ രാമനു സർവഭോഗവും ഉപേക്ഷിച്ചല്ലോ. രാമ രാഘവ രാമ രാഘവ സീതാവല്ലഭ പാഹി മാം.
രാമ രാഘവ രാമ രാഘവ ജാനകീപതേ രക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാദേവൻ രാവണൻ്റെ കഥ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറഞ്ഞു, ലോകം മുഴുവൻ ചുറ്റി നടന്ന രാവണൻ ഒരിക്കൽ ബ്രഹ്മലോകത്തു നിന്ന് വരുന്ന നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷിയെ കണ്ടപ്പോൾ ശിവഭക്തനാണ് അദ്ദേഹം, സജ്ജനങ്ങളെ വേണ്ട പോലെ വന്ദിക്കണം എന്നൊക്കെ അറിയാം അദ്ദേഹത്തിന്. അതുകൊണ്ട് നാരദ മഹർഷിയെ നല്ല പോലെ വന്ദിച്ചു. അതിനുശേഷം ചോദിച്ചു, അങ്ങ് എല്ലാ ലോകത്തും സഞ്ചരിക്കുന്ന ആളാണ്, ത്രിലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ത്രിദശന്മാർ പോലും പൂജിക്കുന്ന ത്രികാലജ്ഞാനിയാണ് അവിടുന്ന്, 3 കാലങ്ങളെക്കുറിച്ച് അറിയുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഏറ്റുമുട്ടാൻ പാകത്തിനുള്ള മേ യോദ്ധും മഹാബലാഹ കുത്ര സന്ധി ബ്രൂഹി, എവിടെയാണ് അത്തരത്തിലുള്ള ആളുകളുള്ളത്? എനിക്കൊന്ന് യുദ്ധം ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ശക്തരായിട്ടുള്ള ആളുകളായിട്ട് യുദ്ധം ചെയ്യണമെന്നാണ് എൻ്റെ മോഹം. അതുകൊണ്ട് എവിടെയാണ് അങ്ങനെയുള്ള ആളുകളുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്വേതദ്വീപിലുള്ള ആളുകൾ അവർ വളരെ ശക്തന്മാരാണ്. നാരദൻ പറഞ്ഞു, നാരദനറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവണന് കിട്ടേണ്ടത് കിട്ടും. അവിടുത്തെ പ്രത്യേകത എന്താ? വിഷ്ണു പൂജാരത യേ വൈ വിഷ്ണുനാ നിഹതാശ്ചയേ. വിഷ്ണു പൂജയിൽ തൽപരരായിട്ടുള്ള ആളുകൾ, പണ്ട് വിഷ്ണുവിനാൽ വധിക്കപ്പെട്ട ആളുകളാണ് അവരൊക്കെ. അപ്പോൾ ദേവന്മാർക്കും അസുരന്മാർക്കും പോലും കീഴടക്കാൻ സാധിക്കാത്തവരാണ് ഈ ശ്വേതദ്വീപിലുള്ള ആളുകൾ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു, എങ്കിൽ ശരി, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പുഷ്പക വിമാനത്തിൽ കയറി ശ്വേതദ്വീപിൻ്റെ അടുത്തേക്ക് വന്നു. ആ ശ്വേതദ്വീപിൽ എത്തി പുഷ്പവിമാനം അവിടെ എത്തിയപ്പോൾ ശ്വേതദ്വീപിൻ്റെ കേമത്വം കൊണ്ട്, അല്ലെങ്കിൽ പുഷ്പവിമാനത്തിനാണ് വലിയ കേമത്വം, വലിയ പ്രഭയുള്ളതാണ്, വലിയ ആ മിന്നിത്തിളങ്ങുന്ന പുഷ്പവിമാനം അവിടെ പ്രഭ മങ്ങി എന്നാണ്. രാവണൻ ഒറ്റയ്ക്കാണ് പോയത്. പുഷ്പവിമാനത്തിൽ അവിടെ ചെന്നു. പക്ഷേ ആ പുഷ്പവിമാനം ദ്വീപിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അനക്കമില്ലാതെയായി. പേടിച്ചു പോയി രാവണൻ സത്യത്തിൽ. അപ്പോഴാണ് ഒരു സ്ത്രീ വന്ന യോഷിതാഹസ്തേന ധൃത പൃഷ്ടസ. അവിടെ ആ രാവണൻ്റെ കയ്യുമങ്ങോട്ട് കയറി പിടിച്ചിട്ട് ചോദിച്ചു, ക അസി ത്വം കുത, ആരാ നീ എവിടുന്നാ വരുന്നത്? ആരാ നിന്നെ അങ്ങോട്ട് അയച്ചത്? ആരാ ചോദിക്കണത് എന്ന് ആലോചിക്കണം. ലീലയാ ഹസന്തീഭി സ്ത്രീഭി, കളിച്ചു ചിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ, അവരാണ് ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയാണെന്ന് അഭിമാനിക്കുന്ന അഹങ്കരിക്കുന്ന രാവണൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിടിവിടാതെ ഇങ്ങനെ നിന്ന് ചോദിച്ചു. രാവണൻ കുതറി നോക്കുന്നുണ്ട്, സാധിക്കണില്ല. അവസാനം പറയാണ്, എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ആലോചിച്ചു, വിഷ്ണുവിൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ തനിക്കും ഇതുപോലെ ശക്തി ഉണ്ടാവും, വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ വിഷ്ണു കോപിക്കുമോ അത് ചെയ്യാം ആദ്യം. അങ്ങനെയാണ് അല്ലയോ ശ്രീരാമചന്ദ്ര കാട്ടിൽ നിന്ന് വൈദേഹിയെ തട്ടിക്കൊണ്ടുപോയത്. ആരാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാദേവൻ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇന്നലെ കേട്ടു, അഗസ്ത്യ മഹർഷിയാണ്, അഗസ്ത്യനടക്കമുള്ള ഋഷീശ്വരന്മാരാണ് രാവണൻ്റെ കഥയൊക്കെ രാമൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പരമാത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ കൈകൊണ്ട് വധം ആഗ്രഹിച്ചിട്ട് അവിടുത്തെ പത്നിയായിരിക്കുന്ന ഭൂമിജയായ ജനകജയായ ആ സീതാദേവിയെ അപഹരിച്ചു എന്ന് മാത്രമല്ല, മാതൃവത് പാലയാമാസ, അങ്ങനെ ഒന്നുകൂടിയുണ്ട് രാമ എന്നാണ്. ഇതൊക്കെയാണ് സത്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മാതാവിനെ പോലെ പരിപാലിച്ചു എന്ന്. അപ്പോൾ അവിടുന്ന് പരമേശ്വരനാണ്, ജ്ഞാനദൃഷ്ടിയാണ്, അതേപോലെ ഭൂതം ഭവ്യം വിധം സകലം ജാനാസി, എല്ലാം അറിയുന്ന ആളാണ്, ത്രികാല കലനാസാക്ഷി, 3 കാലത്തിലെയും സംഭവങ്ങൾക്ക് സാക്ഷിയായ അവിടുത്തേക്ക് യാതൊരു ദോഷങ്ങളും ഉണ്ടാവണില്ല. സകല ധർമ്മങ്ങളും സകല കർമ്മങ്ങളും അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഭക്തന്മാർക്ക് വേണ്ടി, ഭക്താനാം അനുവർത്തനായ, അതിനു വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവിടുന്ന് കപടമാനുഷവേഷം കെട്ടിയാടുന്നു. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുന്നവനെ പോലെ അവിടുന്ന് ഇരിക്കുന്നു. അഗസ്ത്യൻ പറഞ്ഞു, ഇനി ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് അവരൊക്കെ യാത്രയായി രാമനെ വന്ദിച്ച് രാവണൻ്റെയും സുഗ്രീവൻ്റെയും ബാലിയുടെയും ഒക്കെ കഥകളൊക്കെ പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. അങ്ങനെ സീതായാസാർത്ഥം, സീതയോടുകൂടി
സഹോദരന്മാര്, മന്ത്രിമാര്, അമ്മമാര് ഇവരോടൊക്കെ കൂടി രാമൻ ഒരു സാധാരണക്കാരനെ പോലെ സംസാരി ഇവ ഗൃഹേ അവസൽ, ഒരു സംസാരിയെപ്പോലെ, സംസാര ബന്ധത്തിൽപ്പെട്ട ഒരാളെ പോലെ അവിടെ താമസിച്ചു. അതിലൊന്നിലും താല്പര്യമില്ലെങ്കിലും താല്പര്യമുള്ളവനെ പോലെ ഭുജിച്ചും രമിച്ചും കഴിഞ്ഞു ഭഗവാൻ. ഒരിക്കൽ പുഷ്പകത്തിൽ പുഷ്പക വിമാനം ശ്രീരാമേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ്. എന്താ, കുബേരൻ പറഞ്ഞു രാമൻ്റെ ആ സ്വധാമഗമനത്തിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി, അതുവരെ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞയച്ചു എന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്തോളൂ, തേ ഭദ്രം യഥാ സ്മരാമി തഥാ മേ അന്തികം ആഗച്ഛ, ഞാൻ സ്മരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നോളൂ, അതുവരെ സർവത്ര അന്തർധായ തിഷ്ഠ, ആരും കാണാണ്ട് എവിടെയെങ്കിലും നിന്നോളൂ, ഞാൻ വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞ് പൗരകാര്യങ്ങളൊക്കെ വേണ്ട പോലെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീരാമചന്ദ്രസ്വാമി. ഇതിനിടയിൽ അദ്ദേഹം ഭൂമിയൊക്കെ വേണ്ടതുപോലെ നല്ല പോലെ സസ്യസമൃദ്ധമായി മാറി, അതിവൃഷ്ടിയില്ല, അനാവൃഷ്ടിയില്ല. രാമൻ രാജാവായിരിക്കുമ്പോൾ സകല ആളുകൾക്കും സന്തോഷം, സ്ത്രീകളൊക്കെ പതിഭക്തിയുള്ളവരായിട്ട് തീരുന്നു, പാതിവൃത്യമുള്ള ആളുകൾ, പുരുഷന്മാരോ ധർമ്മനിഷ്ഠരാണ്, സത്യസന്ധരാണ്. പുത്രമരണം കശ്ചിൽ നാ പശ്യൽ, ആർക്കും കാണേണ്ടി വന്നില്ല. സമയമായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് തോന്നുമ്പോഴാണ് മരണം, സ്വച്ഛന്ത മൃത്യു എന്നൊക്കെ പറയില്ലേ, അതേപോലെയായി എന്നാണ്. ഒരിക്കൽ ഈ പുഷ്പവിമാനത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ പത്നിയോടും അതേപോലെ ആ സഹോദരന്മാരോടും ഒക്കെ കൂടി അവിടുന്ന് ഇങ്ങനെ സഞ്ചരിച്ചു. ഇതിനിടയിൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ശ്രീകൃഷ്ണൻ ഗുരുപുത്രൻ മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഗുരുദക്ഷിണയായി ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുകൊടുത്തു വന്നതുപോലെ ഇവിടെ ഒരു ബ്രാഹ്മണപുത്രൻ മരിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ ആ മരിച്ച ബ്രാഹ്മണപുത്രനെ തിരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അതേപോലെ തപസ്സനുഷ്ഠിച്ചിരുന്ന ഒരു ശൂദ്രനെ നിഗ്രഹിച്ച് അദ്ദേഹത്തിന് സ്വർഗത്തെ നൽകി. ലോകോപകാരാർത്ഥം പലതരത്തിലുള്ള ആ പ്രതിഷ്ഠകൾ, ശിവലിംഗ പ്രതിഷ്ഠകളൊക്കെ നടത്തി സകല ഭോഗസുഖങ്ങളും നൽകി സീതയെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ധർമ്മനിഷ്ഠയോടുകൂടി സകല ലോകങ്ങളുടെയും പാപത്തെ ഹരിക്കുന്ന ആ തൻ്റെ ചരിത്രത്തെ ശാശ്വതമായി നിലനിർത്തുകയും ചെയ്തു. വളരെ കാലം അവിടുന്ന് അങ്ങനെ ജീവിച്ചു എന്നാണ്. ഏകപത്നീവ്രതധരനായി വിശുദ്ധനായി ശ്രീരാമചന്ദ്രസ്വാമി ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി പല കർമ്മങ്ങളും ചെയ്തു. അവിടുന്ന് വേണ്ടതുപോലെ വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന എല്ലാം അറിയുന്ന ഭഗവാൻ കേവലം ഒരു സംസാരിയെപ്പോലെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചും കൊണ്ട് ജീവിച്ചു. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഒരിക്കൽ സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ ആ അടുത്ത് ക്രീഡാവനത്തിൽ അവരുടെ അന്തഃപുരത്തിൽ രാമൻ്റെ കാലൊക്കെ അങ്ങനെ തലോടിക്കൊടുത്തും കൊണ്ട് സീതാദേവി പറഞ്ഞു, ദേവദേവ ജഗന്നാഥ പരമാത്മൻ സനാതന ചിദാനന്ദാതിമധ്യാന്തരഹിതാശേഷകാരണ ദേവദേവാ സമാസാദ്യ മാമേകാന്തേ ബ്രുവൻ വച ബഹുശോർദ്ധയമാനാസ്തേ വൈകുണ്ഠഗമനം പ്രതി. ദേവദേവ, അവിടുന്ന് കുറച്ചു കാലം മുമ്പ് ദേവന്മാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് വളരെ രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അങ്ങ് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു ചെല്ലണം എന്നാണ് അവരുടെ അഭ്യർത്ഥന. ബഹുശ അർത്ഥയാമാസ, പലപ്പോഴായിട്ട് അവർ വന്ന് പറഞ്ഞു. അപ്പോൾ വൈകുണ്ഠം വിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചപ്പോൾ ഭൂമിയിൽ വന്നേക്കാണല്ലോ അവിടുന്ന്. അതുകൊണ്ട് ആ സീതാദേവിയോട് ദേവന്മാർ പറഞ്ഞു, രാമൻ അവിടുത്തെ കൂടെയല്ലേ താമസിക്കണത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ആദ്യം തന്നെ ദേവി വൈകുണ്ഠത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രസ്വാമി അധികം വൈകാതെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരും, ഞങ്ങളെ സനാഥരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ യുക്തമെന്തോ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, ഇതെല്ലാം എനിക്കറിയാം, സകലം ജാനാമി ദേവി, എനിക്കെല്ലാം അറിയാം. തത്ര ഉപായം ദേവദാമി, അതിനുള്ളൊരു ഉപായവും ഞാൻ പറഞ്ഞു തരാം. നിന്നെ സംബന്ധിക്കുന്ന ലോകാപവാദം മിഷം ലോകാപവാദം, എങ്ങനെ മിഥ്യയായിരിക്കുന്ന ഇല്ലാത്തതായിട്ടുള്ള ഒരു അപവാദം, അത് ഇവിടെ ഉണ്ടാവും. അത് കേട്ടിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ നിന്നെ വനത്തിൽ ഉപേക്ഷിക്കും, വാൽമീകിയുടെ ആശ്രമ സമീപത്ത് നിന്നെ ഉപേക്ഷിക്കും. അവിടെ വെച്ച് കുമാരോ ഭവിഷ്യത, നിനക്ക് 2 പുത്രന്മാരുണ്ടാവും. ഇപ്പം തന്നെ ഗർഭലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. പ്രസവത്തിനു ശേഷം നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം. ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശപഥം ചെയ്ത്
ഞാൻ അഗ്നിശുദ്ധയായിട്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ നീ എന്തു ചെയ്യണം? ആ ഭൂമിയെ പിളർന്ന് വൈകുണ്ഠലോകത്തിലേക്ക് തിരിച്ചു പോകണം. അധികം വൈകാതെ ഞാനും വരുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. പിന്നീട് ഒരു ദിവസം ശ്രീരാമചന്ദ്രസ്വാമി മന്ത്രിമാരോടും ഒക്കെ കൂടിയിരിക്കണു. സേനാപതികളുണ്ട്. അവിടെ പലതരത്തിലുള്ള സമർപ്പണങ്ങൾ ശ്രീരാമൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. ചില ആളുകൾ ഹാസ്യപ്രൗഢ കഥാസുജ്ഞാഹ, ഹാസ്യകഥകൾ ചെയ്യുന്ന ആളുകൾ, വിനോദകഥകൾ പറയുന്ന ആളുകൾ, വിദൂഷകന്മാർ, അവരൊക്കെ ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചും കൊണ്ട് നിൽക്കണു. ഇതിനിടയിൽ വിജയൻ എന്ന ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ചാരൻ അവനോട് ശ്രീരാമചന്ദ്രസ്വാമി ചോദിച്ചു, ഇവിടെ എന്നെക്കുറിച്ചും അല്ലെങ്കിൽ സീതയെക്കുറിച്ചും അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മമാരെക്കുറിച്ചും എൻ്റെ സഹോദരന്മാരെക്കുറിച്ചൊക്കെ കൈകയെക്കുറിച്ചൊക്കെ ആളുകൾ എന്തൊക്കെയാ പറയണത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് എന്താണെങ്കിലും എന്നോട് പറയാം. ത്വയാം ന ഭേദവ്യം ബ്രൂഹി, ഒരിക്കലും പേടിക്കേണ്ട, എന്താണെങ്കിലും സത്യമാണ് ഇവിടെ അറിയേണ്ടത്. അപ്പോൾ വിജയൻ പറഞ്ഞു, ദേവാ സർവേതേ വദന്തി, എല്ലാവരും നിന്നെക്കുറിച്ചാണ് പറയുന്നത്. ആത്മജ്ഞാനിയായിരിക്കുന്ന രാമൻ ചെയ്തതൊക്കെ ദുഷ്കരമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. രാമനെ പോലെ ചെയ്യാൻ രാമന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ കിന്തു ശ്രീരാമചന്ദ്രസ്വാമി ആ സിംഹാസനത്തിൽ കുറച്ചുകൂടി നിവർന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ കിന്തു എന്ന് പറഞ്ഞ് നിർത്തിയത്? അതോ പറയാൻ വിഷമമുണ്ട്, പക്ഷേ ചില ആളുകൾ പറയുന്നത് ഇവിടെ അറിയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങ് പറഞ്ഞു സത്യം പറയണമെന്ന്. അപ്പം രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തപ്പോൾ യാതൊരു വിഷമവും ഇല്ലാതെ ആ സീതയെ സ്വീകരിച്ചില്ലേ? ദുഷ്ടരാവണൻ വിജനവനത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ സീതയുമായുള്ള സഹവാസത്തിൽ അത് ഒരു ശരിയല്ലാത്ത ഏർപ്പാടായിപ്പോയി എന്ന് ചിലർ പറയുന്നുണ്ട്. മഹാപ്രഭു ശ്രീരാമചന്ദ്ര, അപ്പം അവരെന്താ പറയണത്? ഇങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളും ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ക്ഷമിക്കേണ്ടി വരും. കാരണം എന്താ? രാജാവ് എന്താണോ കാണിക്കുന്നത് അത് നമ്മളും ചെയ്യണ്ടേ. അതുകൊണ്ട് ഇത് വലിയൊരു അബദ്ധമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. രാമൻ ചോദിച്ചു തൻ്റെ ഒപ്പമുള്ള ആളുകളോട്, ഈ പറയുന്നതിന് സത്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു, ഏതത് ഏവം എന്ന സംശയ, അതങ്ങനെ തന്നെയാണ്, ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സംശയം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരെയൊക്കെ യാത്രയാക്കി. ലക്ഷ്മണനെ വിളിച്ചു ശ്രീരാമചന്ദ്രസ്വാമി. ലക്ഷ്മണനോട് പറഞ്ഞു, സീതയുമായി ബന്ധപ്പെട്ട് ചില അപവാദങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്തു വേണം? സീതയെ നമുക്ക് ഉപേക്ഷിക്കണം. നീ വേണം അത് ചെയ്യാൻ. മറുത്തൊരക്ഷരം ഇങ്ങോട്ട് പറയണ്ട. ഉറപ്പിച്ചിട്ടാണ് ശ്രീരാമൻ പറഞ്ഞത്. ആ ലക്ഷ്മണന് സാധിക്കില്ല. കാരണം തൻ്റെ ആ ജ്യേഷ്ഠപത്നിയെ, ഇടത്തിയമ്മയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമായിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങോട്ടൊന്നും പറയണ്ട. നാളെ രാവിലെ സീതയെ തേരിൽ കൊണ്ടുപോയി കാനനത്തിലുള്ള വാൽമീകിയുടെ ആശ്രമത്തിന് അടുത്ത് ഉപേക്ഷിച്ചിട്ട് ഉടനടി മടങ്ങി വരണം. യതി കിഞ്ചിൽ വക്ഷ്യസേ തഥാ മാം ഹതവാനസി, എന്തെങ്കിലും മറുത്ത് മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഹന്താവായിട്ട് തീരും, നിന്നെ ഞാൻ കൊല്ലും എന്നിങ്ങനെ പറഞ്ഞു. ലക്ഷ്മണൻ വേഗം കാലത്ത് എഴുന്നേറ്റു. സുമന്ത്രർ വഴി സീതയെ തേരിലേക്ക് കയറ്റി. വളരെ ആ അയോധ്യാവാസികൾ മുഴുവൻ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സീതാദേവിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയും കണ്ണുകളിൽ തത്തിക്കളിക്കുന്ന ജലഗണങ്ങളെ തെറ്റിച്ചു കളയാനൊക്കെ നോക്കണുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് അഭിനയിക്കേണ്ട സീതയും രാമനും. അവർക്കറിയാമെല്ലാം ലോകത്തിൻ്റെ മാതൃഭാവങ്ങളെ അലങ്കരിക്കുന്ന ആളുകളാണ്. ഏതായാലും ലക്ഷ്മണൻ സീതാദേവിയെ തേരിൽ കയറ്റി വനത്തിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞു, ആ കൊണ്ടുപോയി അവിടെ ആക്കിയിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, മാതമേ കഷ്ടിൽ ദോഷന, അമ്മേ എനിക്കതിൽ ഒട്ടും ദോഷമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത് ശ്രീരാമൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ പ്രാവർത്തികമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേഗം ആശ്രമത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് രാമസന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു. സീത ഒരു മോഹിതയെപ്പോലെ മുഗ്ധവത് വിലലാപ, ഒരു വിഷമമുള്ളൊരു സ്ത്രീയെ പോലെ കരഞ്ഞു എന്നാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. വാൽമീകിക്ക് മനസ്സിലായി ഇത് സീതയാണ് എന്ന് മനസ്സിലാക്കി അർഘ്യാദികളാൽ പൂജിച്ച് ആശ്വസിപ്പിച്ച് ജാനകിയെ മുനിപത്നിമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. മുനി പറഞ്ഞതനുസരിച്ചപ്പോൾ
ഇത് സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണെന്ന് മനസ്സിലാക്കി ആശ്രമത്തിലെ സ്ത്രീകൾ മുഴുവൻ സീതയെ വിനയത്തോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടി സേവിച്ചു എന്നും പറയുന്നു. രാമോപി സീതാരഹിത പരാത്മാ വിജ്ഞാനദൃക്കേവല ആദിദേവ സന്ധ്യജ്യ ഭോഗാനഖിലാൻ വിരക്തോ മുനിവ്രതോ ഭൂൻമുനിസേവിതാംഘ്രി. അവിടെ ആ ഭഗവാനോ മുനികളെ പൂജിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി, മുനികളാൽ പൂജിക്കപ്പെടുന്ന ശ്രീരാമചന്ദ്രസ്വാമി ഇപ്പോൾ സീതയെ പിരിഞ്ഞതോടുകൂടി സകല ഭോഗങ്ങളും പരിത്യജിച്ച് അഖിലാൻ ഭോഗാൻ സന്ധ്യജ്യ വിരക്തനായി മുനിവ്രതം മുനികളെപ്പോലെ അവിടെ ജീവിച്ചു. ഭോഗങ്ങളിലൊന്നും ആസക്തി കാണിച്ചില്ല. തികച്ചും മുനി എങ്ങനെയാണോ വനത്തിൽ കഴിയുന്നത് അതേപോലെ ഈ മൂന്നുലകത്തിൻ്റെയും നാഥനായ ഭഗവാൻ അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാദേവൻ ഉത്തരകാണ്ഡത്തിലെ 4ാമത്തെ സർഗം അവിടെ ഉപസംഹരിക്കുന്നത്. ഇനി രാമഗീതയാണ് നമുക്ക് കേൾക്കാനുള്ളത്. അതിനു മുമ്പ് ശ്രീമദ് രാമായണീയത്തിലെ ആ ഭാഗം പാരായണം ചെയ്യാം. തുടർന്ന് രാമഗീത അനുസ്മരിക്കാം. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. ഉത്തമമാകും രാമായണത്തിൻ കീർത്തിയെ പരത്തിടുമാ. ഉത്തമനാകും രാഘവൻ തൻ്റെ പൂർവികരെ പോൽ ചെയ്തല്ലോ. ഉത്തമമാകും കർമ്മങ്ങളെല്ലാം ജീവിതത്തിൻ്റെ യാത്രയിൽ ഊഴിയെ പാലനത്തെ ചെയ്തല്ലോ ഉലകപാലകൻ ശ്രീരാമൻ. ലക്ഷ്മണൻ ഒരു നാളിൽ ജ്യേഷ്ഠൻ്റെ മുന്നിലെത്തിയ നേരത്തു ലക്ഷ്മി ദേവിയാൽ സേവിക്കപ്പെട്ട പാദത്തിൽ വീണു ചോദിച്ചു, ലോകമെല്ലാം നീയല്ലോ രാഘവ, ലോകപാലനും നീ തന്നെ, ലക്ഷ്യമോ തവ പാദപങ്കജം, ലോകത്തിലുള്ള സർവർക്കും നിന്നുടെ പാദപങ്കജം തന്നിൽ ചേർന്നിരിക്കുന്ന ഭക്തന്മാർ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു, അവർ നിന്നെ കാണുന്നു ഭക്തിയാൽ. അജ്ഞാനത്തിൻ്റെ കര കാണാ കടൽ അടിയനൊന്നു കടക്കുവാൻ, അനുപമ കീർത്തെ അടിയനേ ഗണേ, ആത്മജ്ഞാനത്തിൻ തോണിയെ വേദസാരമാം വിജ്ഞാനത്തെയും നൽകുവാൻ തീർച്ചയാക്കിനാൻ. വേദവർണ്ണിതനായ രാമനും പിന്നീടിങ്ങനെ ചൊല്ലിനാൻ, വർണ്ണങ്ങൾ പിന്നെ ആശ്രമങ്ങളും നിർദ്ദേശിക്കുന്ന പോലവേ വേണ്ടതായുള്ള കർമ്മം ചെയ്യുക ആദ്യമെന്നുടെ സോദരാ. ആത്മജ്ഞാനത്തെ നേടുവാനായി സദ്ഗുരുപാദം തേടണം, അതിനാൽ ദേഹത്താൻ കർമ്മമൊക്കെയും ധർമ്മമായിട്ടു ചെയ്യണം. അധർമ്മം ചെയ്താലോ വീണ്ടും ദേഹത്തെ സ്വീകരിക്കേണ്ടതായി വരും. അജ്ഞാനം തന്നെ ലോകത്തിനുള്ള മൂലകാരണമെന്നോർക്കൂ. സകാമകർമ്മത്താൽ അജ്ഞാന നാശം ഉണ്ടാകുകയില്ലെന്നോർക്കൂ. സംസാരം അനിവാര്യമായിടും ജ്ഞാനചിന്ത പരിഹാരം. ജീവികൾക്കുള്ള കർമ്മങ്ങളൊക്കെ ഈശ്വരദത്തം താനല്ലോ, ജ്ഞാനത്തിനതു കാരണമാകും എന്നുമോർക്കുക സോദരാ. കർമ്മങ്ങളൊന്നും ചെയ്തിടാത്തതു ദോഷമെന്നല്ലോ വേദങ്ങൾ,
കർമ്മം സാത്വികമായിട്ടു ചെയ്യൂ മുക്തി നേടുവാൻ ജ്ഞാനിയായി. തർക്കക്കാർ ചിലപ്പോഴോ ചൊല്ലുന്നു ജ്ഞാനം താനല്ലോ മുക്തിയും. തത്വജ്ഞാനത്താൽ ദേഹബോധം നശിക്കുന്നുവെന്നുമോർക്കുക. കർമ്മങ്ങൾ ആദ്യം സാത്വികമായി തോന്നിടുമെങ്കിലും നമ്മൾ കർമ്മത്തെ ത്യജിച്ചിടുക വേണം ജ്ഞാനത്തിനായി സോദരാ. കർമ്മത്തോടുള്ള താൽപ്പര്യമെല്ലാം ഇല്ലാതാകുന്ന നേരത്തോ കർമ്മസാക്ഷിയാം ഈശ്വരഭാവം ഉള്ളിലെത്തിടും നിശ്ചയം. പരമാത്മാവും ജീവാത്മാഭാവവും രണ്ടെന്നുള്ളതാം ചിന്തകൾ പൂർണ്ണമായി അകന്നിടിൽ മായാ ചിന്തയും ഇല്ലാതായിടും. വിജ്ഞാനപ്രദമായ അദ്വൈത ബ്രഹ്മത്തിൽ നിന്നൊരിക്കലും അജ്ഞാനത്തിനു കാരണമാവിദ്യ പിന്നെ ജനിക്കില്ല. തൈത്തരീയമം വേദശാഖയിൽ ചൊല്ലുന്നു മമ സോദരാ. ത്യജിക്കണം നമ്മൾ സർവകർമ്മവും ശ്രുതിയും ചൊല്ലുന്നു അതുതന്നെ. ജ്ഞാനത്തിനു സമമാണു യജ്ഞം എന്ന ചിന്ത ശരിയല്ല. കർമ്മത്യാഗത്താൽ പാപഭീതിയും അജ്ഞാനം തന്നെ നിശ്ചയം. ഇത്തരത്തിലായി വിഹിത കർമ്മവും കാലേന ത്യജിച്ചിടണം. ഇങ്ങനെ മഹാവാക്യസാരത്തെ നല്ല പോലെ അറിയണം. പരമാത്മാ ജീവാത്മാ ബന്ധത്തെ ഒന്നായി നന്നായി അറിയുക. പർവ്വതമാകും മേരു പോലവേ നിശ്ചലനായിരിക്കുക. ആദ്യന്തമുള്ള ദേഹം താനല്ലോ പഞ്ചഭൂത സമന്വിതം. ആത്മാവിൻ്റെ ഉപാധി എന്നല്ലോ വിദ്വാൻമാർ പറഞ്ഞിടുന്നു. പത്തീന്ദ്രിയങ്ങൾ പഞ്ചപ്രാണങ്ങൾ എന്നിവ ചേരും ജീവന്റെ പലവിധമായ സുഖദുഃഖങ്ങൾക്കു ഉപാധിയായി ആത്മാവിനായി മറ്റൊരു സൂക്ഷ്മമാം ശരീരമതുണ്ടെന്നു ചൊല്ലും വിദ്വാൻമാർ. മായാമയമാം കാരണ ശരീരമാണെന്നും ഓർക്കുക. ആത്മാവോ സ്ഫടികക്കല്ലു പോലെ ഓരോന്നുമായി ചേരുമ്പോൾ അതുപോലെ തിളങ്ങിടുന്നു. എന്നാൽ ആത്മാവോ നിസ്സംഗൻ താനും. വേദത്തിൻ്റെ പ്രമാണമെന്ന പോൽ നേതിയെന്നോതി തള്ളുക. വേദസാരമം ചൈതന്യാമൃതം ആസ്വദിക്കുക വേണ്ട പോൽ. ലോകസത്യമം ബ്രഹ്മത്തെ മാത്രം സ്വീകരിക്കുക. പിന്നീടോ ലോകത്തെ ത്യജിച്ചിടുക ഇളനീർ കുടിച്ചിടും പോലവേ. ആത്മാവോ മരിച്ചിടുന്നില്ലല്ലോ, ജന്മഭൂമില്ല, ക്ഷയമില്ല. അതു പുത്തനല്ല, വർദ്ധിക്കുന്നില്ല, പഴയതുമല്ല എന്നോർക്കൂ. അനുപമമാകും സുഖമേകുന്നതും സ്വയമേവ പ്രകാശിപ്പതും അതുതന്നെ ആത്മാവെന്നും ഓർക്കുക. ഏകവും സർവവ്യാപിയും അജ്ഞതയാകും അധ്യാസത്താലെ ലോകമുള്ളതായി തോന്നുന്നു. അവിടെ വിജ്ഞാനപ്രഭയുണരുമ്പോൾ സത്യമെന്തെന്നറിയുന്നു. സർപ്പമില്ലാതെ ഇരുളിൽ നമ്മളോ പാമ്പിനെ കുറിച്ചോർക്കുന്നു. സത്യമാകും വെളിച്ചം വന്നിടിൽ സർപ്പമോ വെറും മിഥ്യതാൻ. അഗ്നി തന്നിൽ പഴുത്തതാകുമിരുമ്പു ഏതുപോലാകുന്നു, അതുപോലെ ആത്മാവും ബുദ്ധിയും
തമ്മിൽ ചേർച്ചയുള്ളതായി തോന്നുന്നു. ആചാര്യൻ തന്നനുഗ്രഹത്താലെ പരമാത്മഭാവം വന്നിടും. അതുപോലെ ജഡഭാവത്തെ ഉപേക്ഷിക്കയും വേണം ലക്ഷ്മണ. പ്രകാശരൂപൻ ഞാൻ, അജനും ഞാൻ തന്നെ, അദ്വയനും ഞാൻ താനല്ലോ. പരമശുദ്ധൻ ഞാൻ ചിൽപ്രകാശനും, അക്രിയൻ ഞാൻ നിരാമയൻ. നിർമുക്തൻ ഞാനും നിത്യശുദ്ധനും, ജ്ഞാനവും ഞാനേ ആനന്ദനും. നിർമുക്തർ സദാ ധ്യാനിച്ചിടുന്ന ബ്രഹ്മഭൂമി ഞാൻ താനല്ലോ. ഇത്തരത്തിലായി ചിന്തകൾ ചെയ്തു വാഴും ജീവന്റെ ഉള്ളിലെ ഇഹപരലോക ദുഃഖങ്ങളെല്ലാം ഇല്ലാതായിടും നിശ്ചയം. ഇങ്ങനെ ശുദ്ധഭാവനയാൽ അവിദ്യയൊക്കെ നശിച്ചിടും. ഇന്ദ്രിയങ്ങളെ വിഷയത്തിൽ നിന്നും പിൻവലിക്കണം ലക്ഷ്മണ. സമാധിക്കു മുമ്പായി ഹൃത്തിൽ നല്ല പോൽ ചിന്ത ചെയ്തുറപ്പിക്കണം. സത്യമായതു ബ്രഹ്മം മാത്രം താൻ, മിഥ്യയാണീ ജഗത്തെല്ലാം. ഓങ്കാരത്തിൽ അകാരമെന്നതു വിശ്വപുരുഷൻ താനല്ലോ. ഓങ്കാരത്തിൽ ഉകാരമെന്നതോ തൈജസ പുരുഷൻ താനും. മൂന്നാമത്തെ മകാരമോ പ്രാജ്ഞൻ എന്നും നീ അറിഞ്ഞിടുക. മൂന്നിനെയും ക്രമത്തിലായി ചേർത്തു ബ്രഹ്മത്തിൽ ലയിപ്പിക്കുക. മൂലകാരണമായ ബ്രഹ്മമോ താൻ തന്നെ എന്നും ചിന്തിക്കൂ. മുക്തനാകുക ലോകത്തിൽ നിന്നും നിത്യമോദത്തെ നേടുക. ലോകത്തിൽ സത്യമായതൊന്നല്ലോ രണ്ടെന്നുള്ളതോ മിഥ്യതാൻ. ലോകത്തെ ഒന്നായി കാണാനാവില്ലിൽ ഭക്തിയോടെന്നെ പൂജിക്കൂ. നിർഗുണനായോ സഗുണനായോ എൻ പാദപൂജകൾ ചെയ്യുകിൽ നിശ്ചയമവൻ ഞാനായി തീരും, എന്നിലേക്കായി ചേർന്നിടും. രാമഗീതയായി രാമചന്ദ്രനും സോദരൻ ലക്ഷ്മണനായി രാമതത്വത്തെ വിസ്തരിച്ചല്ലോ കാലിൽ വീണു സൗമിത്രിയും. രാമഗീതയെ കേട്ടിടുന്നോനും ഭക്തിപൂർവം പഠിപ്പോനും രാമസാരൂപ്യം നേടുമെന്നു പറഞ്ഞല്ലോ രാമചന്ദ്രനും. രാമരാഘവ 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 പാഹി മാം. രാമരാഘവ 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 രക്ഷമാം. തതോ ജഗന്മംഗലമംഗലാത്മനാ വിധായ രാമായണ കീർത്തിമുത്തമാം ചചാര പൂർവാചരിതം രഘുത്തമോ രാജർഷിവര്യൈരഭിസേവിതം യഥാ. രാജർഷികളായിരിക്കുന്ന തൻ്റെ പൂർവികർ ആചരിച്ചതും അനുഷ്ഠിച്ചതുമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ ജീവിതം അതിഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. സീതാദേവിയെ വനത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കി അതിനുശേഷം സകല ഭോഗങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമി ജീവിക്കുന്നത്. ലക്ഷ്മണൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ പല പല കഥകളും ലക്ഷ്മണന് പറഞ്ഞു കൊടുത്തു. ഗർവിഷ്ഠനായ നൃഗരാജാവ് ബ്രാഹ്മണ ശാപം മൂലം തിര്യക്കായി മാറിയ കഥ അല്ലെങ്കിൽ ഓന്തായി മാറിയ കഥ അവിടെ അതും പറഞ്ഞു കൊടുത്തു എന്നാണ്. ഭാഗവതത്തിൽ നൃഗമോക്ഷം എന്നുള്ള രീതിയിൽ ഈ കഥ നമുക്ക് ദശമസ്കന്ധത്തിൽ കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീരാമചന്ദ്രസ്വാമി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ദിവസം ലക്ഷ്മണൻ എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ത്വം ശുദ്ധബോധോസി സർവദേഹിനാം ആത്മാസ്യധീശോസി നിരാകൃതി സ്വയം
പ്രദീയസേ ജ്ഞാനദൃശാം മഹാമതേ പാദാബ്ജഭൃംഗാഹിതസംഗസംഗിനാം അഹം പ്രപന്നോസ്മി പദാംബുജം പ്രഭോ ഭവാപവർഗം തവ യോഗി ഭാവിതം യഥാഞ്ജസ ജ്ഞാനമപാരവാരിധിം സുഖം തരിഷ്യാമി തഥാനുശാധി മാം. അവിടെ ലക്ഷ്മണൻ കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അവിടുന്ന് ശുദ്ധ ജ്ഞാനമാണ്, പരിപൂർണമായ ജ്ഞാനം അവിടുന്നാണ്, അറിവിൻ്റെ അറിവ് അവിടുന്നാണ്, വേദം അവിടുന്ന് തന്നെയാണ്, ദേഹധാരികളുടെ മുഴുവൻ ചൈതന്യമായിരിക്കുന്ന ആത്മാവ് അവിടുന്നാണ്, എല്ലാത്തിൻ്റെയും അധിപൻ അവിടുന്നാണ്. നിരാകാരനായിരിക്കുന്ന അവിടുന്ന് ഭക്തന്മാർക്ക് വേണ്ടി, അവിടുത്തെ കാൽത്താരിണ ചുംബിക്കാൻ വരുന്ന ഭക്തന്മാരാകുന്ന ഭ്രമരങ്ങൾക്ക് വേണ്ടി, വണ്ടുകൾക്ക് വേണ്ടി, ആ പാദാംബുജങ്ങളെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി അവിടുന്ന് പല പല ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനദൃഷ്ടിയുള്ള ആളുകൾക്ക് മാത്രമേ അവിടുത്തെ വേണ്ട പോലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിൽ ആ യോഗികൾ ധ്യാനിക്കുന്ന, ജന്മമോക്ഷങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന അവിടുത്തെ പാദപത്മത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അജ്ഞാനമാകുന്ന കരകാണാക്കടൽ, അതിന് മറുകര തേടാൻ വേണ്ടി അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം, അതിനുള്ള ഉപദേശം അടിയന് നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വേദാനുസാരിയായ ശ്രുതിപ്രപന്നം വിജ്ഞാനം പ്രാഹ, വേദാനുസാരിയായ വിജ്ഞാനത്തെ അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ ശ്രീരാമൻ പറഞ്ഞു, പല പല ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്, അവരവരുടെ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചിത്തശുദ്ധിയോടുകൂടി ചെയ്യാറാവണം. അതിനെന്തു വേണം? ഈ കർമ്മങ്ങളെ ആദ്യം ചെയ്ത് 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 ചിത്തശുദ്ധി നേടുക, ശമദമാദികൾ ആർജിക്കുക, വർണ്ണാശ്രമ കർമ്മങ്ങൾ അത് ചെയ്ത് 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 അവസാനം എന്ത് വേണം? അത് ഉപേക്ഷിക്കാറാവണം. അതിന് ആത്മജ്ഞാനത്തിനായിട്ട് ഒരു സദ്ഗുരുവിനെ ശരണം പ്രാപിക്കുക. അങ്ങനെ ആ സദ്ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സത്യത്തിൽ ദേഹപ്രാപ്തിക്കുള്ള ഉപാധി എന്നുള്ള നിലയിൽ കർമ്മത്തിന് വലിയ മഹത്വമുണ്ട്. പ്രതിപത്തിയുള്ളവന് പ്രിയത്തിനും അപ്രിയത്തിനും ധർമാധർമ്മങ്ങൾക്ക് കാരണമാണ് ഈ ദേഹം എന്നുള്ളത്. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ വീണ്ടും ശരീരം എടുക്കേണ്ടി വരും, ജനിക്കേണ്ടി വരും, വീണ്ടും കർമ്മം ആവർത്തിക്കേണ്ടി വരും. സംസാര ചക്രം അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അജ്ഞാനത്തെ ഇല്ലാതെയാക്കാൻ വേദവാക്യങ്ങളിൽ സംസാര പരിഹാരത്തിന് ചില ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ജ്ഞാനം അതാണ് സംസാരനാശത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ സംസാരജനിതമായിട്ടുള്ള കർമ്മം, ആ കർമ്മ ഈ സംസാര ദുഃഖങ്ങൾക്ക് പരിഹാരമാവണില്ല, മറിച്ച് ജ്ഞാനമുണ്ടാവണം. അജ്ഞാനത്തിന് ഹാനിയോ ആസക്തിക്ക് ക്ഷയമോ കർമ്മം കൊണ്ടുണ്ടാവില്ല. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിഷ്കാമകർമ്മമായിരിക്കണം, അതിലൊന്നും ആഗ്രഹിക്കാതെ ചെയ്യണം. അപ്പോൾ ദോഷമുള്ള കർമ്മവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് പിന്നെയും പിന്നെയും സംസാരക്ലേശങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് വേണം? തഥാ ബുധ, ബുദ്ധിയുള്ള ആളുകൾ ജ്ഞാനവിചാരവാൻ ഭവേൽ, ജ്ഞാനചിന്തയിൽ മുഴുകണം എന്നാണ്. ജ്ഞാനം ആ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷപ്രാപ്തിക്കുള്ള ഉപാധിയാണ്. വേദാനുസാരിയായ കർമ്മവും ഒരർത്ഥത്തിൽ മോക്ഷപ്രാപ്തിക്കുള്ള ഉപാധി തന്നെയാണ്. ജീവികൾക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ദോഷം തന്നെയാണ്. കർമ്മം ചെയ്തേ തീരൂ. അപ്പോൾ മോക്ഷേച്ഛുവായിട്ടുള്ള ആള് സദാ കർമ്മം ചെയ്യണം, ആ കർമ്മത്തെ ഈശ്വരന് സമർപ്പിക്കണം എന്നാണ്. യജ്ഞം സാത്വിക കർമ്മം ആണെങ്കിലും അത് വിധി പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മുക്തിക്ക് വിരോധമായിട്ട് വരും. പ്രാചീന ബർഹിസിൻ്റെ കഥയിലൊക്കെ നമ്മളത് കാണുന്നതാണ്. എത്രയോ യജ്ഞങ്ങളാണ് അദ്ദേഹം ചെയ്തത്, പക്ഷേ അതിൽ പല പല മൃഗങ്ങളെ കൊല്ലുക തുടങ്ങിയ നിരവധി പാപങ്ങളൊക്കെ ഉണ്ടായി. അപ്പം കർമ്മമില്ലാതെയും ജ്ഞാനം മോക്ഷത്തിന് കാരണമാണെന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ല. രാമൻ പറഞ്ഞു, കർമ്മം ആ ദേഹാഭിമാനം മൂലം വർദ്ധിക്കുന്നതാണ്. ജ്ഞാനമോ അഹംബോധം ഇല്ലാതെയായാൽ, ദേഹാഭിമാനം ഇല്ലാതെയായാലേ അത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പരമമായ ആത്മബോധത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മം പല ഉപാധികളിലൂടെ ഉണ്ടാവണു, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കണു. ആ ഉപാധികളെ ഇല്ലാതെയാക്കുന്നതാണ് ജ്ഞാനം എന്നുള്ളത്. ഇന്ദ്രിയവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞ്
സദാ ആത്മാന്വേഷണത്തിൽ മുഴുകുന്ന ബുദ്ധിശാലി ആദ്യം കർമ്മം ചെയ്യുമെങ്കിലും പിന്നീട് കർമ്മത്തെ ത്യജിക്കണം. കാരണം കർമ്മം ജ്ഞാനത്തിന് വിരുദ്ധമാണ്. പക്ഷെ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം കർമ്മം ചെയ്യുകയും വേണം. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലോ കർമ്മം ഉപേക്ഷിക്കണം. മരുന്ന് കഴിക്കുന്നത് പോലെ അല്ലേ? രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം, രോഗം മാറിക്കഴിഞ്ഞാലോ പിന്നെ മരുന്നിനെ ഉപേക്ഷിക്കണം. ഇതേപോലെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ കർമ്മം സ്വയമേവ കൊഴിഞ്ഞു പൊക്കോളും. അപ്പോൾ അഹംബുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ഒരു സാധകന് കർമ്മത്തോട് വിധേയത്തുള്ളൂ. അത് വൈദിക കർമ്മമാവട്ടെ, താന്ത്രിക കർമ്മമാവട്ടെ, മറ്റേത് കർമ്മമാവട്ടെ. നേതി നേതി ഇതി വാക്യേഹി, ഇങ്ങനെയുള്ള വാക്യങ്ങളെ കൊണ്ട് സകല വസ്തുക്കളെയും നിഷേധിച്ച് ഇതല്ല 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 എന്ന് പറഞ്ഞ് ആ പരമാത്മാവിനെ അറിയണം. അതോടെ കർമ്മങ്ങളെ ത്യജിക്കണം എന്നാണ്. പരമാത്മാ ജീവാത്മാക്കളുടെ ഭേദം ഒഴിവാക്കുന്ന ഈ ജ്ഞാനം എപ്പോഴാണോ നമ്മുടെ ആത്മാവിൽ ഉണ്ടാവുന്നത്, അപ്പോൾ മായയും ഇല്ലാതെയായിട്ട് തീരും. നമ്മൾ പല പ്രാവശ്യവും ഉപമ പറയാറുണ്ട്. അജ്ഞാനം ആകുന്ന ഇരുട്ട് എപ്പോൾ മാത്രമേ ഉള്ളൂ? വാതായനങ്ങൾ തുറന്നിടാതെ മുറിയുടെ ആ ജനലും വാതിലൊക്കെ അടച്ചിട്ടിരുന്നാൽ അതിനകത്ത് എപ്പോഴും ഇരുട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അതിനു പകരം ആ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് സകല ലോകസാക്ഷിയായിരിക്കുന്ന സൂര്യൻ്റെ പ്രകാശം അതിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമുക്ക് ആ ഇരുട്ടിൽ നിന്ന് കടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ മായയിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് ആത്മബോധത്തിലേക്ക് ഉണ്ടാവണം. ഈ ബ്രഹ്മത്തിൽ നിന്ന്, വിജ്ഞാനമാത്രമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ഒരിക്കലും അജ്ഞാനമായിരിക്കുന്ന അവിദ്യ ഉണ്ടാവില്ല. മായ വീണ്ടും മുളയ്ക്കുകയില്ല. ഞാനാണ് ഇതിൻ്റെ കർത്താവെന്ന ബോധം ആത്മാവിനുണ്ടാവണില്ല, ദേഹത്തിനാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. സ്വതന്ത്രമായ ജ്ഞാനത്തിന് എന്തേ ആവശ്യമുള്ളൂ? ആ കേവലമായിട്ടുള്ള ആ ദേഹബോധത്തെ ഇല്ലായ്മ ചെയ്യൽ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, തൈത്തരീയ ഉപനിഷത്ത് ഉദ്ഘോഷിക്കണു, അഖില കർമ്മങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളുക, ജ്ഞാനമാണ് മോക്ഷഹേതു, കർമ്മമല്ല. വീണ്ടും പറയണു, എന്തിനാത്? കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ആ കർമ്മം ചെയ്ത് 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 ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കാറാണ്. ജ്ഞാനത്തിന് തുല്യമാണ് യജ്ഞം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്, പക്ഷേ അത് ശരിയല്ല എന്നാണ്. അപ്പോൾ ജ്ഞാനത്തിന് വിപരീതമാണ് യജ്ഞം എന്ന് പറയുന്നത്. കർമ്മപദത്താൽ യജ്ഞമാണ് വിവക്ഷിതം. യജ്ഞത്തിന് നിരവധി വസ്തുക്കൾ വേണം, ഹോതാവ്, ഋത്വിക്ക്, യജമാൻ, ഹോമദ്രവ്യങ്ങൾ. ജ്ഞാനത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉപാധിരഹിതമാണ് ജ്ഞാനം എന്നുള്ളത്. കർമ്മം ത്യജിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യപ്പെടുമോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ്. അത് ആത്മബോധമില്ലാത്ത ആളുകൾക്കാണ് ഇത്തരം കർമ്മപാശത്തിൻ്റെ ബന്ധനം ഉണ്ടാവുക. തത്വദർശികൾക്ക് ഇതില്ല. വികാരാധീനരായിരിക്കുന്ന ബുദ്ധിമാന്മാർ വിഹിതകർമ്മങ്ങൾ പോലും ഉപേക്ഷിക്കും. നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട്. അവർക്ക് സാധാരണയായിട്ടുള്ള നമ്മളെ സാധാരണ മനുഷ്യരെ പോലുള്ള കർമാനുഷ്ഠാനങ്ങളൊന്നും അവർക്കില്ല. അങ്ങനെ വിശുദ്ധചിത്തനായി ഗുരുപ്രസാദം നേടി തത്വമസി എന്ന മഹാവാക്യത്തെ അനുധ്യാനം ചെയ്ത് പരമാത്മാ ജീവാത്മാ ഐക്യത്തെ ശരിക്കുമറിഞ്ഞ് മേരു ഇവ അപ്രകമ്പനഃ സുഖീ ഭവേൽ, മേരുവിനെ പോലെ, മേരുപർവ്വതത്തെ പോലെ നിശ്ചലമായ മനസ്സോടുകൂടി സുഖീ ഭവേൽ, സുഖമായിട്ട് ഇരുന്നോളൂ എന്നാണ്. അപ്പം ശബ്ദാർത്ഥം ആദ്യം അറിയുകയും അതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കുകയും വേണം. വേദത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ വേദത്തെ വെറും ശബ്ദാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ പോരാ. അപ്പോൾ ഇവിടെ തത്വമസി എന്ന മഹാവാക്യത്തെക്കുറിച്ച് പറഞ്ഞു. തത്വമസി ഇതി വാക്യതഃ, തത് ത്വം എന്ന വാക്കുകളുടെ അർത്ഥം യഥാക്രമം പരമാത്മാ ജീവാത്മാ, പിന്നെ അസി എന്നതിന് അവയുടെ ഏകത്വം എന്ന് മനസ്സിലാക്കണം. അതൊന്നു തന്നെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നു, ആത്മാപരമാത്മാക്കൾക്ക് പ്രത്യക്ഷ പരോക്ഷാദി വൈരുദ്ധ്യം വെടിഞ്ഞ് അതിനെ ഒന്നാണ്, ഏകാത്മകത എന്ന ഭാവത്തിലേക്ക് എത്താൻ സാധിക്കണം, അദ്വൈത സിദ്ധി കൈവരിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഏകാത്മകത്വാ ജഹതീന സംഭവേൽ തഥാ ജഹൽ ലക്ഷണത വിരോധത സ്വയം പദാർത്ഥാവിവ ഭാഗലക്ഷണ യുജ്യേത തത്വം പദയോര ദോഷത. വലിയ വേദാന്തികൾ, വിജ്ഞാന കുതുകികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഏകാത്മത കൊണ്ട് തത്വം എന്നീ പദങ്ങൾക്ക് ജഹതീ ലക്ഷണ സംഭവിക്കില്ല എന്നാണ്. അതെന്താ ഈ ജഹതീ ലക്ഷണ? അപ്പോൾ ഇവിടെ പറയുന്നു, വൈരുദ്ധ്യങ്ങളുള്ളത് കൊണ്ട് അജഹ ലക്ഷണയും ഇല്ല. ദോഷം നേരിടായിയാൽ ഭാഗലക്ഷണ അവിടെ ചിലപ്പോൾ
നമുക്ക് യോജിക്കും എന്ന് പറയാം. ഇവിടെ പറയണു എന്താണ് ഈ ലക്ഷണ എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിൽ 3 എണ്ണമാണ് പരാമർശിച്ചത്. ഒന്ന് ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹദ ജഹൽ ലക്ഷണ. 3 എണ്ണമാണ്. ജഹൽ ലക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്യാർത്ഥത്തെ വിട്ടുകളയുക, ലക്ഷ്യാർത്ഥവുമായിട്ട് അതിന് വലിയ ബന്ധമില്ല. ഇപ്പം നമ്മൾ പറയുകയാണ് ആ വീട് നദിയിലാണ് എന്ന് പറയുന്നു. പക്ഷെ നദിയിൽ വീട് നിൽക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്കറിയാം. അപ്പോൾ വാച്യാർത്ഥം പറ്റില്ല. നദിയുടെ തീരത്താണ് വീട് എന്ന് ലക്ഷ്യാർത്ഥം. ഈ തത്വമസി എന്ന വാക്യത്തിലും വാച്യാർത്ഥം എടുക്കാൻ സാധ്യമില്ല. അതുകൊണ്ട് ജഹൽ ലക്ഷണ അവിടെ സംഭവിക്കില്ല എന്ന് പറയുന്നു. പിന്നെ അജഹൽ ലക്ഷണ, വിടാത്തത്. ഇവിടെ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ സജ്ജനങ്ങൾ പറഞ്ഞു തരുന്നത് ഉരുക്കുതൊപ്പി വന്നതോടുകൂടി ആൾക്കൂട്ടം ഓടിപ്പോയി. ഇവിടെ വാച്യാർത്ഥം വിട്ടുപോകണില്ല. ഏതാ ഉരുക്കുതൊപ്പിയും പോലീസുമായി സാഹചര്യ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നത് അത് പോലീസാണ് എന്നുള്ളത്. അതുകൊണ്ട് അജഹൽ ലക്ഷണ, തത്വമസിയെ വ്യാഖ്യാനിക്കാൻ ഇതും അപര്യാപ്തമാണ്. പിന്നെയോ ജഹൽ ലക്ഷണ, അതെന്താ? വിട്ടുവീഴാത്ത ലക്ഷണ എന്ന ശബ്ദാർത്ഥം. ഇതിൻ്റെ വാച്യാർത്ഥം വിടാം, വിടാതെയും ഇരിക്കാം. ഇത് തന്നെയാണ് ഭാഗലക്ഷണ എന്ന് പറയുന്നതും. അപ്പോൾ അവിടെ എന്ത് സൂചിപ്പിക്കണു? ആ ദേവദത്തനാണ് ഇവൻ എന്ന് പറഞ്ഞാൽ ആ ദേവദത്തനെ കണ്ട സമയത്തെ കാലമോ ദേശമോ ഒന്നും ഇല്ല, മറിച്ച് ആളിനെ വിടണമില്ല. അയാൾ അങ്ങനെ തന്നെ നിൽക്കണു. ദേശകാലങ്ങളെ മായയെന്നും ഉപാധികളെയും വിട്ടുകഴിഞ്ഞാൽ, ദേശകാലങ്ങളെ അല്ലെങ്കിൽ മായയെയും ഉപാധികളെയും വിട്ടുകഴിഞ്ഞാൽ ബ്രഹ്മം മാത്രം. അപ്പോൾ തത്ത്, ത്വം എന്നീ 2 പദങ്ങളുടെയും ലക്ഷ്യാർത്ഥം ഒന്നാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതാണ് അദ്വൈത സിദ്ധി. ഞാൻ നീയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനും നീയുമില്ലാതെ അത് ഒന്നാകുന്നു എന്ന ബോധത്തിലേക്ക് എത്തണമെന്നാണ്. ആ ഈശ്വരൻ തന്നെയാണ് താൻ എന്ന ബോധം വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ എന്ന ചിന്ത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് അദ്വൈതത്തിന് യോജിച്ചതല്ല. അപ്പോൾ എന്ത് വേണം? അദ്വൈത സിദ്ധിയിൽ ജീവ ബ്രഹ്മ ഐക്യം ഉണ്ടാവണം. തത്വം എന്നുള്ളത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന ബോധത്തിലേക്ക് എത്തണം എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ പറഞ്ഞു പൃഥിവ്യാദി പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ സുഖദുഃഖാദി കർമ്മങ്ങളുടെ ഫലഭോഗത്തിനുള്ള ഉപാധിയായിരിക്കുന്ന ഈ ശരീരം ആണ് ആത്മാവിൻ്റെ സ്ഥൂലമായ ഉപാധി എന്ന് വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ പറയുന്നു. പഞ്ചീകരണം കൊണ്ട്, പൃഥിവ്യാദി പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ, പഞ്ചീകരണം ചെയ്തത് കൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്ന് പേരുണ്ടായത്. പഞ്ചഭൂതങ്ങളെ വിശേഷ രീതിയിൽ ഭാഗിച്ച് അതിനെ ചേർക്കുന്ന പ്രക്രിയയാണ് പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ. സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് എങ്ങനെ ഈ വിശാലമായിരിക്കുന്ന വിശ്വം വികസിച്ചു വരുന്നു എന്ന് വേദാന്തം നൽകുന്ന സ്ഥിരീകരണമാണ്, വിശദീകരണമാണ് ഈ പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ. ആകാശാദി പഞ്ചഭൂതങ്ങളെ എന്തു ചെയ്യണം? അതിനെ ഓരോന്നിനെയും 2ആയിട്ട് വിഭജിക്കുക. അപ്പോൾ എത്രയായി? 5 × 2 10ആയി. അതിൽ ആദ്യത്തെ 5 ഭാഗങ്ങളിൽ ഓരോന്നിനെയും 4 സമഭാഗങ്ങളാക്കുക. അതാതിൻ്റെ 2ാം അർത്ഥഭാഗം ഒഴിവാക്കി ബാക്കിയെ അടുത്തതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കലർത്തുക. അങ്ങനെ ആകാശം, വായു, തേജസ്, ജലം, പൃഥിവി, തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നീ ഭൂതങ്ങളെ വികസിപ്പിച്ചു കൊണ്ടുവരിക. ആകാശം ശബ്ദത്തെ വ്യഞ്ജിപ്പിക്കുന്നു. വായുവിൽ ശബ്ദവും സ്പർശവുമുണ്ട്. അഗ്നിയിൽ സ്പർശവും ശബ്ദവും രൂപവുമുണ്ട്. ശബ്ദസ്പർശ രൂപരസങ്ങൾ ജലത്തിലുണ്ട്. ഭൂമിയിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5മുണ്ട്. ഈ പഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നാണ് ബ്രഹ്മാണ്ടമുണ്ടായത് എന്ന് പറയുന്നു. ശരീരം സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണശരീരമുണ്ട്. കോശങ്ങൾ 5 തരത്തിലുണ്ട് എന്നാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. അപ്പം സ്ഥൂല ശരീരത്തോട് ബന്ധപ്പെട്ടത് അന്നമയ കോശം. അതേപോലെ ആ മനോമയ വിജ്ഞാനമയ കോശങ്ങൾ, പ്രാണ മനോമയ വിജ്ഞാനമയ കോശങ്ങൾ സൂക്ഷ്മ ശരീരത്തോട് ബന്ധപ്പെടുന്നു. കാരണശരീരം ആനന്ദമയ കോശത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മനസ്സ്, ബുദ്ധി തുടങ്ങിയ 10 ഇന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, പഞ്ചീകരിക്കാത്ത ഭൂതത്തിൽ നിന്ന് ഉത്ഭവിച്ച ജീവൻ്റെ സുഖദുഃഖങ്ങൾക്ക് ഉപാധിയായി ആത്മാവിന്
മറ്റൊരു സൂക്ഷ്മ ശരീരവുമുണ്ടെന്ന് വിദ്വാൻമാർ പറയുന്നു എന്നും അവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഉപാധിഭേദങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്വാത്മാവിനെ, ആ ആത്മചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം ആത്മാവിൽ തന്നെ അതിനെ ദർശിക്കണം എന്ന് പറയുന്നു. ത്രിഗുണാത്മകമായ ബുദ്ധിക്ക് 3 അവസ്ഥകളുണ്ട്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇവയ്ക്ക് പരസ്പരം സങ്കലനമുള്ളതുകൊണ്ട് നിത്യമായ പരബ്രഹ്മത്തിൽ അവ മിഥ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദേഹേന്ദ്രിയ പ്രാണ മനോ ചിതാത്മാ ഇവയുടെ ആ കൂട്ടിച്ചേരൽ നിരന്തര മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്തിൽ ജനിക്കേണ്ടതായിട്ട് വരും, ഈ അജ്ഞത ഉള്ളിടത്തോളം കാലം. അപ്പോൾ നേതി എന്ന വേദപ്രമാണത്തിലൂടെ അഖില സംസാരബന്ധങ്ങളെയും വിച്ഛേദിച്ച് ഹൃദയത്തിൽ ആ ചൈതന്യാമൃതത്തെ ആസ്വദിച്ച് രസരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ കൈക്കൊള്ളുകയും ലോകത്തെ നിശേഷം തള്ളുകയും ചെയ്യാം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഏതുപോലെ എന്നാണ് പറയണത്? അംഭപീത്വാ യഥാ തദ്ഫലം പ്രജഹാതി. ഏതുപോലെ ഇളനീർ കുടിച്ച് തൊണ്ട് കളയുന്നത് പോലെ ആ ചൈതന്യ ആമൃതത്തെ സ്വീകരിച്ച് ഈ ജഗത്തിനെ തള്ളിക്കളയണം എന്നാണ്. ദൃശ്യമായതൊന്നും ബ്രഹ്മമല്ല, അതുകൊണ്ട് അതിനെ തള്ളുക. ഹൃദയം നിറയുന്ന അഖണ്ഡമായ ആനന്ദാമൃതം, ബ്രഹ്മാനന്ദം അനുഭവിക്കണം എന്ന് അവിടെ അങ്ങനെ പറയുന്നു. ആത്മാവിന് ഒരിക്കലും മരണമില്ല, അതുകൊണ്ട് തന്നെ ജനനമില്ല, ക്ഷയിക്കുന്നില്ല, വർദ്ധിക്കുന്നില്ല, പുതിയതല്ല. അത് എന്താണ് പിന്നെ? സുഖാത്മക സ്വയംപ്രഭ സർവഗത അദ്വയ. സുഖാത്മകവും സ്വയംപ്രകാശവും സർവവ്യാപകവുമായിരിക്കുന്ന ഏകസത്യം, അദ്വൈതമാണ് അത്. ഇങ്ങനെ ജ്ഞാനമയമായ ആനന്ദസ്വരൂപമായ ആത്മാവിൽ ഈ ദുഃഖങ്ങൾ നിറഞ്ഞ ലോകത്തിന് സ്ഥാനമില്ല എന്നാണ്. അജ്ഞത കൊണ്ടുള്ള അധ്യാസം കൊണ്ടാണ് നമുക്ക് ഈ ജഗത്ത് ഉണ്ട് എന്ന് തോന്നുന്നത്. ജ്ഞാനം ഉദിക്കുമ്പോൾ അത് ഇല്ലാതെയായിട്ട് തീരുകയും ചെയ്യും. സത്യത്തിൽ ഈ അന്യായമായ ഒന്നിനെ നമ്മുടെ ഭ്രമം കൊണ്ട്, നമ്മുടെ ബുദ്ധിശൂന്യത കൊണ്ട്, അജ്ഞാനം കൊണ്ട് നമ്മൾ വേറൊന്നായിട്ട് കാണാറുണ്ട്. ഇതിനെയാണ് വിദ്വാൻമാർ അധ്യാസം എന്ന് പറയുന്നത്. വേദാന്തത്തിലൊക്കെ വളരെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സർപ്പരജ്ജു, സർപ്പത്തെ അവിടെ കയറിനെ സർപ്പമായി കാണുന്ന ഒരവസ്ഥ. സർപ്പമല്ലാത്ത കയറിൽ പോലും നമുക്ക് സർപ്പത്തിനെ കാണാൻ സാധിക്കാറുണ്ട്, ഇല്ലേ? ഇരുട്ടത്ത് പോകുന്ന സമയത്ത് ഒരു കയറിൽ ചവിട്ടിയാൽ പോലും നമുക്കത് സർപ്പമാണ് എന്ന് തോന്നൽ വരാറുണ്ട്. ഇതേപോലെ ഈശ്വരനിൽ നമ്മൾ ഈ ജഗത്തിനെ ഭാവന ചെയ്യുന്നു. എപ്പോൾ അവിടെ ആ വെളിച്ചം വന്നു കഴിഞ്ഞാൽ, ആത്മജ്ഞാനമാകുന്ന വെളിച്ചം വന്നു കഴിഞ്ഞാൽ അത് പാമ്പല്ലെന്നും അത് കയറാണെന്നും നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നത് പോലെ ഈ ജഗത്ത് മിഥ്യയാണെന്നും ആത്മാവ് മാത്രമാണ് ഏകസത്യമെന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഇവിടെ പറയണു, പരമാത്മാവിൽ ഇച്ഛാസ്നേഹ സുഖാദികളാകുന്ന ധർമ്മങ്ങളുടെ ഭാവനകൾ പുലർത്തുകയാണ് സംസാരത്തിനുള്ള കാരണം. ഗാഠനിദ്രയിൽ നമുക്ക് സംസാരമുണ്ടോ? ഒന്നുമില്ല. സംസാരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ നമ്മൾ മറക്കണു. പരമാത്മാവിനെ ആനന്ദസ്വരൂപനായി നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കുമ്പോൾ ഈ ലോകത്തെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് താൻ പ്രകാശരൂപനാണ്, താൻ ജനനമില്ലാത്തവനാണ്. പ്രകാശരൂപോഹമജോഹം അദ്വയോ സകൃൽ വിഭാതോഹം അതീവ നിർമ്മല വിശുദ്ധ വിജ്ഞാനഘനോ നിരാമയ സമ്പൂർണം ആനന്ദമയോഹമക്രിയ. ഞാൻ എന്താണ്? ഞാൻ പ്രകാശരൂപനാണ്, അജനാണ്, അദ്വയനാണ്, സദാ മിന്നിത്തിളങ്ങുന്നവനാണ്, പരമപരിശുദ്ധനാണ്, അല്ലലില്ലാത്ത ആളാണ്, വിജ്ഞാനത്തിൻ്റെ പരിപൂർണതയാണ് ഞാൻ, ക്രിയയില്ലാത്തവനാണ്, ആനന്ദമയ സ്വരൂപനാണ് ഞാൻ മുക്തനാണ്, ഇന്ദ്രിയാതീതനാണ്, ജ്ഞാനസ്വരൂപിയാണ്, ക്രിയകൾക്ക് അതീതനാണ്. അഹം അനന്തപാരഹ, ഞാൻ അതിരില്ലാത്തവനാണ്. മനസ്സിൽ രാവും പകലും വൈദിക വിദ്വാൻമാർ ധ്യാനിക്കുന്നത് എന്നെയാണ് എന്ന രീതിയിൽ ആത്മവിചിന്തനം ചെയ്യുന്നവൻ്റെ ശുദ്ധഭാവന എല്ലാ ഉപാധികളോടും കൂടി അവിദ്യയെ നശിപ്പിക്കും. ഏതുപോലെ? ഉപാസിതം രസായനം രുച യദ്വത്. രസായനം, ആ മരുന്ന് കഴിക്കുന്ന ആൾക്ക് രോഗങ്ങളില്ല, എങ്ങനെ ഇല്ലാതെയാവണു? ഇതേപോലെ ഈ ആത്മബോധം വരുന്ന ആളുകൾക്ക് ഈ ജഗത്ത് എന്നുള്ള ബോധം ഇല്ലാതെയായിട്ട് തീർന്നു.
അതുകൊണ്ട് കേവലം ആത്മാവിലുറച്ച മറ്റു സഹായം തേടാതെ വിജ്ഞാനത്തിൻ്റെ കണ്ണുകൊണ്ട് ഏകനായ പരമാത്മാവിനെ ധ്യാനിക്കണം. ഈ വിശ്വം പരമാത്മസ്വരൂപമാണ്. സർവകാരണമായ പരമാത്മാവിൽ ലയിപ്പിക്കുക. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അകമെന്നോ പുറമെന്നോ ഉള്ള വ്യത്യാസമില്ല. സമാധി ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചിന്തിച്ചുറപ്പിക്കണം എന്നാണ് പറയണത്? ഈ ലോകം ഓങ്കാരം മാത്രമാണ്. ഓങ്കാരം ആദ്യമുണ്ടായത്, ശബ്ദം ഉണ്ടായത് ഓങ്കാരമാണെന്നാണ്. അങ്ങനെ ആ ഓങ്കാരത്തെ നമ്മൾ മനസ്സിലാക്കി ആ ഓങ്കാരത്തിലെ ആ ഉ മാ എന്നീ 3 അക്ഷരങ്ങളാണ് ഓം എന്ന അക്ഷരമായി മാറുന്നത്. അപ്പോൾ അകാരം വിശ്വപുരുഷനാണെന്നും ഉകാരം തൈജസ പുരുഷനാണെന്നും മകാരം പ്രാജ്ഞനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ ആ ഓങ്കാരസ്വരൂപൻ ഭഗവാൻ മാത്രമാണ് എന്ന ബോധത്തിലേക്ക് എത്തണം. ഇവിടെ പറയുകയാണ്, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ ഇവ ജീവാത്മാവിൻ്റെ നാമങ്ങളാണ്. നാമഭേദങ്ങൾക്ക് ആധാരം അവസ്ഥാത്രയാണ്. അവസ്ഥാത്രയം നശിക്കുന്നതോടുകൂടി നാമങ്ങൾ നശിക്കുന്നു. പിന്നെ എന്തായി? പിന്നെ ഭഗവാൻ മാത്രം, ആ ചൈതന്യം മാത്രം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ആ അകാരപുരുഷനെ, വിശ്വനെ ഉകാരത്തിൽ ലയിപ്പിക്കുക. പിന്നെ ആ തൈജസരൂപമായ ഉകാരത്തെ അന്തിമമായ മകാരത്തിൽ ലയിപ്പിക്കുക. കാരണരൂപനായ പ്രാജ്ഞനെ, മകാരത്തെ ചൈതന്യഘനമായ പരമാത്മാവിൽ ലയിപ്പിക്കുക. ആ പരബ്രഹ്മമാണ് താൻ എന്ന് വിചാരിക്കുക. ഇങ്ങനെ നിരന്തരം പരമാത്മചിന്തയിൽ മുഴുകി ആത്മാനന്ദത്തിൽ ശോഭിക്കുന്ന, എല്ലാം മറക്കുന്ന ഒരു യോഗി ആ മോക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു. സമാധിയോഗം അഭ്യസിക്കുന്ന, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ ഒരു യോഗിക്ക് അഹം സദാ ദൃശ്യ ഭവേയം, ഞാൻ എപ്പോഴും ആ യോഗിക്ക് ദൃശ്യനാകും. അപ്പം അഭിമാനം വിട്ട് ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. എല്ലാത്തിലും ഞാനുണ്ട് എന്ന ബോധം ഉണ്ടാവണം. ഇതിങ്ങനെ വിഭാവന ചെയ്താൽ ജലം സമുദ്രത്തിലും, പാലിൽ പാലും, മഹാകാശത്തിൽ ഘടാകാശവും, വായുവിൽ വായുവും ചേർന്നിരിക്കുന്നത് പോലെ ഈ ജഗത്ത് ആത്മാവിൽ നിന്ന് അഭിന്നമാണെന്ന് സദാ വിഭാവനം ചെയ്താൽ ജീവാത്മാവ് പരമാത്മാവായ എന്നിൽ തന്നെ അഭിന്നനായിട്ട് നിൽക്കും. അപ്പോൾ ജീവാത്മാ പരമാത്മാക്കളുടെ അഭിന്നത്വം സാക്ഷാത്കരിക്കാൻ അഭേദ ചിന്തയാണ് മാർഗം. 2 എന്നൊന്നില്ല എന്നുള്ള ചിന്ത. ഇങ്ങനെ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഈ ലോകം വെറും മിഥ്യയാണെന്ന് ആലോചിച്ച് മനസ്സിലാക്കണം. അല്ലേ? നമ്മളൊരു കണ്ണിലൂടെ ചന്ദ്രനെ ഇങ്ങനെ നോക്കി, എന്നാൽ കണ്ണൊന്നങ്ങനെ അമർത്തിപ്പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 ചന്ദ്രനെ കാണും. ഇതേപോലെ പക്ഷേ സത്യത്തിൽ എന്താ? ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. ഇതേപോലെ പരമസത്യവും ഒന്ന് മാത്രമാണ്. പലതെന്ന് തോന്നുന്നത് ഭ്രമമാണ്, അവിദ്യയാണ്, അജ്ഞാനമാണ്. പിന്നെ ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ അല്ലേ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഈ ഒരു തലത്തിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യാവന്ന പശ്യേത് അഖിലം മതാത്മകം താവൻ മതാരാധന തൽപരോ ഭവേൽ ശ്രദ്ധാലുരത്യുർജിത ഭക്തിലക്ഷണോ യസ്തസ്യ ദൃശ്യോഹമഹർനിശം ഹൃദി. ഈ വിശ്വത്തെ മുഴുവൻ എൻ്റെ സ്വരൂപമെന്ന രീതിയിൽ കാണാൻ കഴിയാത്ത പക്ഷം, അതിന് കഴിവ് ലഭിക്കുന്നത് വരെ എന്തു വേണം? മതാരാധന തൽപര ഭവേൽ, എന്നെ ഭജിക്കുന്നതിൽ മുഴുകിയിരിക്കുക. ഉത്കടമായ ഭക്തിയുള്ള ശ്രദ്ധാലുവിന് എന്നെ എപ്പോഴും അഹർനിശം ഹൃദി ദൃശ്യ, എപ്പോഴും ഹൃദയത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം. അപ്പോൾ ആ ശ്രുതിയിൽ അങ്ങനെ പറയുന്നു. അത് ക്രമേണ വളർത്തിയെടുക്കേണ്ടെന്ന വീക്ഷണ വിശേഷമാണ്. ഹൃദയത്തിലും ഭഗവാനെ ദർശിക്കാം, ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിക്കുക, വിശ്വത്തെ ഈശ്വരൻ്റെ സ്വരൂപമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും എന്നാണ്. ഈ രഹസ്യ തത്വത്തെ ഞാൻ ലക്ഷ്മണ നിനക്ക് ഉപദേശിച്ചു. ഈ ലോകത്തിൽ ഏതെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ഇത് മനനം ചെയ്താൽ അവർക്ക് സകല പാപങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കും. ഈ ലോകം വെറും മായയാണെന്ന് മനസ്സിലാക്കുക. ഇതിനെ മനസ്സാ വെടിഞ്ഞ് എന്നെ ധ്യാനിച്ച് ചിത്തശുദ്ധി നേടുക. അങ്ങനെ വന്നു കഴിഞ്ഞാലോ സുഖി ആനന്ദമയ നിരാമയ ഭവ, സുഖിയായി ആനന്ദമയനായി ദുഃഖങ്ങളില്ലാത്തവനായിട്ട് മാറുക. അപ്പോൾ ഗുണാതീതനാണ് ഞാൻ. എന്നെ നിർഗുണനായോ സഗുണനായോ എങ്ങനെ വേണമെങ്കിലും സേവിക്കാം. പക്ഷേ
അവസാനം ആ സേവിക്കുന്നവൻ ഞാനാണ്, ഞാനും അവനും ഒന്നു തന്നെ എന്ന തരത്തിലേക്ക് എത്തും. ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കും ഇങ്ങനെയുള്ള ഭക്തന്മാർ. അപ്പോൾ ഈ വിജ്ഞാനം, വേദങ്ങളുടെ ഏകസാരം, വേദാന്തം കൊണ്ട് അറിയേണ്ട പാദങ്ങളുള്ള ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു. ഇത് ശ്രദ്ധാപൂർവം ശ്രദ്ധയാ പരിപഠയിൽ യതി മദ്വചനേഷു ഭക്തി മദ്രൂപം ഏതി. ഇതാരാണോ കേൾക്കുന്നത്, ആരാണോ പഠിക്കുന്നത്, അവർക്ക് എൻ്റെ വാക്കുകളിൽ താല്പര്യമുള്ള പക്ഷം അവരെന്തായിത്തീരും? എൻ്റെ സ്വരൂപത്തിലേക്ക് സാരൂപ്യമുക്തി അവന് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭഗവാൻ ആ രംഗത്തെ അവിടെ ഉപസംഹരിക്കുന്നു. അത്യന്തം ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ പറഞ്ഞത്. അത് വേണ്ട പോലെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ വലിയ വേദാന്തികൾക്കൊക്കെ പറയാവുന്ന ഭാഷയും രീതിയുമൊക്കെയാണ് ഇതിലുള്ളത്. നമ്മളൊക്കെ ഇത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു തരത്തിലേക്കൊക്കെ ഒന്നും എത്താൻ സാധിക്കില്ല. പക്ഷേ രാമൻ പറയുന്നത് പോലെ അതെത്തുന്നത് വരെ, അതെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം. എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനെ ഭജിക്കുക. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം എന്ന ആ നാമസങ്കീർത്തനത്തിലൂടെ, കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമസങ്കീർത്തനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി 6ാമത്തെ സർഗ്ഗമാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ലവകുശന്മാരോടുകൂടി യജ്ഞസ്ഥലത്തേക്ക് സാക്ഷാൽ വാൽമീകി വരുന്നതായിട്ടുള്ള രംഗം. യജ്ഞവേദിയിൽ ലവകുശന്മാർ രാമായണ കഥ പാടുന്നു. സീതയുടെ ഭൂപ്രവേശം തുടങ്ങിയ രംഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരിലും ഭക്തി ഉണ്ടാവട്ടെ, എല്ലാവരും സുഖമുള്ളവരായിട്ട് തീരട്ടെ. ലോകത്തെ ആ പേടിപ്പിക്കുന്ന മഹാമാരി ഭഗവാന്റെ അനുഗ്രഹത്തിൽ അതൊക്കെ ഇല്ലാതെയായി തീർന്ന് എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ് ജയ് രാമ രാമ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്താഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.